ഹായ് എവരിവൺ, ഹരിശ്രീ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ജൂൺ 15 PSC ബുള്ളറ്റിനാണ്. നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം ജൂൺ 6 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് പാലം എവിടെയാണുള്ളത്? ജമ്മു കാശ്മീരിലാണുള്ളത്. അത് ചെനാബ് പാലമാണ്. അതിൻ്റെ പേര്. ജൂൺ 6 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കരോൾ നവറോസ്കി പോളണ്ടിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. കരോൾ നവറോസ്കി പോളണ്ടിൻ്റെ പുതിയ പ്രസിഡൻ്റാണ്. ലീ ജെ മ്യൂങ് ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റ്. 2 പ്രസിഡന്റുമാർ, കരോൾ നവറോസ്കി പോളണ്ട്, ലീ ജെ മ്യൂങ് ദക്ഷിണ കൊറിയ. മലയാളം സർവകലാശാല വൈസ് ചാൻസലറായിട്ട് ഡോക്ടർ CR പ്രസാദ് മലയാളം സർവകലാശാല വൈസ് ചാൻസലറാണ്. ഗവർണർ നിയമിച്ചു. മഞ്ഞുമല വീണ നാമാവശേഷമായ ഒരു സ്വിസ് ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൻ്റെ പേരാണ് ബ്ലാറ്റൻ. മഞ്ഞുമല വീണ് നാമാവശേഷമായത് ബ്ലാറ്റൻ എന്ന സ്വിസ് ഗ്രാമമാണ്. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി ജർമ്മനിയുടെ അനലീന ബാർബോക്കിനെ തിരഞ്ഞെടുത്തു. അനലീന ബാർബോക്കി പ്രത്യേകത എന്താ? ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ, നമ്മുടെ ജനറൽ അസംബ്ലി ഉണ്ടല്ലോ, ആ ജനറൽ അസംബ്ലിയുടെ അടുത്ത പ്രസിഡന്റാണ് ജർമ്മനിയുടെ അനലീന ബാർബോക്കി. നമുക്കൊരു ലേഡിയാണ്, അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും നമുക്ക് ബാറിൽ നിന്നും പൊക്കി എന്നൊക്കെ ഓർത്ത് വെച്ചാൽ ആനേനെ കൊണ്ട് പൊക്കിച്ചു എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ അനലീന ബാർബോക്കി എന്ന് കിട്ടും. അത് ജർമ്മനിയിലെ ആനയാണെന്ന് ഓർത്ത് വെച്ചാൽ ജർമ്മനി എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത പോയിന്റ്, ജമ്മു കാശ്മീരിലെ സംഗൽധാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എവിടെ നിന്നാണ്? ജമ്മു കാശ്മീരിലെ സംഗൽധാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അടുത്ത പോയിന്റ്, രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമായ ആൻജിഗാദ് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമായ ആൻജിഗാദ് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമാണ്. എവിടെയാണ്? ആൻജിഗാദ് പാലമാണ് കേട്ടോ അതിൻ്റെ പേര്. നവരത്ന കമ്പനികളിലൊന്നായി മാറാനൊരുങ്ങിയിട്ട് കൊച്ചിൻ കപ്പൽശാല നവരത്ന കമ്പനികളാവാനാണ് പോകുന്നത് കേട്ടോ. 78ാം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംദോർ നേടി ജാഫർ പനാഹി. ഇറാൻകാരനാണെന്ന് ഓർത്തു വയ്ക്കുക. ഈ പാംദോർ പുരസ്കാരം എന്ന് പറഞ്ഞാൽ 78ാം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ്. അപ്പം ഉയരം എന്ന് പറയുമ്പോൾ നമുക്ക് പന എന്നൊക്കെ ഓർത്തു വയ്ക്കാമല്ലോ. അപ്പോൾ പാംദോർ പുരസ്കാരം നേടിയ ജാഫർ പനാഹി. ആ പന എന്നുള്ളത് അങ്ങനെ ഓർത്തു വയ്ക്കുക. ഇറാൻകാരനാണ് കേട്ടോ. ദെൻ തായ്ലൻഡിൻ്റെ ഒബാൽ സുജാത ചോങ്സി ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഹൈദരാബാദിലാണ് മത്സരം നടന്നത്. ഇന്ത്യയിലാണ്. ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ എത്തോപ്യയുടെ ഹാൻസെ ദറൈജിയെ മറികടന്നുകൊണ്ട് ഒബാൽ 72ാം ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ തായ്ലൻഡിൻ്റെ ഒബാൽ സുജാത ചോങ്സിയാണ് ലോകസുന്ദരിയായിട്ട് നമ്മളാണ് തിരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ളത്. ഇന്ത്യയിലാണ് നടന്നത്, ഹൈദരാബാദിലാണ് നടന്നതെന്ന് ഓർത്തു വയ്ക്കുക. അത് എത്താതെ പോയത് ആരാ? എത്തോപ്യക്കാരിയാണ്. അതായത് ആ വിന്നറാവാതെ പോയത് ആരാണ്? എത്തിയില്ല അത്. അപ്പോൾ എത്തോപ്യ എന്ന് കിട്ടും. അപ്പോൾ എത്തോപ്യയുടെ ഹാൻഡ് കൊണ്ടാണ് എടുത്തു നോക്കിയത്, പക്ഷേ അവൾക്ക് എത്തിയില്ല. അപ്പോൾ എത്തോപ്യയുടെ ഹാൻസെ ദറൈജിയെ മറികടന്ന് ഒപ്പാൽ 72ാം ലോകസുന്ദരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു കപ്പലാണ് MSC ഐറീന. അത് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് MSC ഐറീന. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയിട്ടുണ്ട്.
നെക്സ്റ്റ്, ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ മഞ്ജു വെള്ളായണി ജലജമന്തികൾ എന്ന കവിതാ സമാഹാരത്തിന് കിട്ടി. അപ്പോൾ എന്താ ഓർത്ത് വെക്കേണ്ടത്? ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കവിയും ഗാനരചയിതാവുമായ മഞ്ജു വെള്ളായണി ജലജമന്തികൾ. ആ പേര് കണ്ടില്ലേ, വെള്ളം, പിന്നെ അതുപോലെ ആ പേരിലും അദ്ദേഹത്തിൻ്റെ ആ കവിതാ സമാഹാരത്തിൻ്റെ പേരും ജലം എന്ന് വെച്ച് തുടങ്ങുന്നത്. അപ്പോൾ രണ്ടും ഒരു വെള്ളത്തിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്, അങ്ങനെ ഓർത്ത് വെക്കുക. ജലജമന്തികൾ, മഞ്ജു വെള്ളായണിയുടെ ജലജമന്തികൾ. ഇങ്ങനെയും ചോദിക്കും, ഇപ്പോൾ അവാർഡായിട്ട് ചോദിച്ചില്ലെങ്കിലും ജലജമന്തികൾ എന്ന ബുക്ക് ആരെഴുതിയതാണ്? അപ്പോൾ നമുക്ക് ഓർക്കണം എന്താണ്? മഞ്ജു വെള്ളായണി. ഇനി സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം കുമ്മനം രാജശേഖരനാണ് കിട്ടിയിട്ടുള്ളത്. സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം, ദേശീയ പുരസ്കാരമാണ്, അത് കുമ്മനം രാജശേഖരനാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ IPL കിരീടമാണ്. 18ാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനാണ് കിട്ടിയത്. ബംഗളൂരു പഞ്ചാബിനെ തോൽപ്പിച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ 6 റൺസിന്, വെറും 6 റൺസിന് വേണ്ടി തോൽപ്പിച്ചിട്ടാണ് ആര് കിരീടം എടുത്തത്? റോയൽ ചലഞ്ചേഴ്സ് കിരീടം എടുത്തിട്ടുള്ളത്. അപ്പോൾ 18ാമതാണ് ഇംഗ്ലീഷ് പ്രീമിയർ കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിന് ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് വേണ്ടിയിട്ടാണ് തോൽപ്പിച്ചത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കോഗോ ഗാഫിന്. ഫ്രഞ്ച് ഓപ്പൺ ആണ്, ഫ്രഞ്ചിൽ പോയി എടുത്തതാണ്, അമേരിക്കയിലെ ഒരു കാക്കയാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താണ്? ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് അമേരിക്കയുടെ കാക്കയെ എടുത്തു എന്ന് ഓർക്കുമ്പോൾ എന്താണ്? അമേരിക്കയിലെ കാക്കയാണ് ഫ്രഞ്ചിൽ പോയി എടുത്തത്. അപ്പോൾ അമേരിക്ക എന്നും കിട്ടും. കാക്ക എന്നുള്ളതിൽ കോങ്കോ ഗാഫ് എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാം, കോങ്കോ ഗാഫ്. ഫൈനലിൽ ബലാറസിൻ്റെ ആര്യാന സബലങ്കയാണ് തോൽപ്പിച്ചത്. അപ്പോൾ ഈ കാക്ക ആരെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ ആര്യാന സബലങ്ക, ബലാറസിൻ്റെ കളിക്കാരത്തിയായ ആര്യാന സബലങ്ക. അടുത്തത് നമ്മൾ ഫ്രഞ്ച് ഓപ്പൺ, നേരത്തെ പറഞ്ഞത് വനിതയാണ്, ഇനി പറയുന്നത് പുരുഷ സിംഗിൾസ് ആണ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരമായ അൽക്കാരസിന്. അപ്പോൾ പുരുഷനും സ്ത്രീയും ഓർത്ത് വയ്ക്കാൻ എന്ത് ചെയ്യുക? ഫ്രഞ്ച് ഓപ്പൺ ഇപ്രാവശ്യം ഒരു കാക്ക എടുത്തിട്ട് ഒരു ആലിൻ്റെ പുറത്ത് കൊണ്ട് വെച്ചു. കാക്ക എന്ന് പറഞ്ഞാൽ ഒരു ലേഡിയാണ്, കാക്ക ലേഡിയാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ കാക്ക ആലിൻ്റെ പുറത്ത്, അപ്പോൾ അതിൽ ജെൻസിൽ വരുന്നത്, പുരുഷൻ വരുന്നത് ആലാണ്. അപ്പോൾ അൽക്കാരസ് എന്ന് നമുക്ക് ഓർക്കാം. ഒരു ചെറിയൊരു കോഡൊക്കെ ഉണ്ടാക്കി ഓർത്ത് വെച്ചാലും ഇത് നമുക്ക് ആ സമയത്ത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കോക്കോ ഗാഫിന്. ഫൈനലിൽ ബലാറസിൻ്റെ ആര്യ സബലങ്കയെ തോൽപ്പിച്ചു. അതുപോലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് സ്പാനിഷ് താരമായ അൽക്കാരസ് ആണ്. ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറെയാണ് നമ്മൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ്, പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ വനിതകളെന്ന ബഹുമതി സ്വന്തമാക്കി കോഴിക്കോടിൻ്റെ പറമ്പിൽക്കടവ് സ്വദേശി ലഫ്റ്റനൻറ്റ് കമാൻഡർ കെ ദിൽസനെയും പുതുച്ചേരി സ്വദേശി ലഫ്റ്റനൻറ്റ് കമാൻഡർ രൂപ എയും INS തരിണി എന്ന പായ്വഞ്ചലിലായിരുന്നു അവർ യാത്ര ചെയ്തത്. അപ്പം നമുക്ക് ഓർത്ത് വെക്കേണ്ടത്, പായ്വഞ്ചലിൽ ലോകം ചുറ്റിയത് ആരാണ്? കോഴിക്കോട് പറമ്പിൽക്കടവ് സ്വദേശി ലഫ്റ്റനൻറ്റ് കമാൻഡർ കെ ദിൽസന, പിന്നെ പുതുച്ചേരി സ്വദേശി ലഫ്റ്റനൻറ്റ് കമാൻഡർ രൂപ എ. അവർ രണ്ടാളും ഏത് പായ്വഞ്ചിയിലാണ്? INS തരുണി. യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിക്കാണ് കിട്ടിയിട്ടുള്ളത്. യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിക്കാണ് കിട്ടിയത്. ഫൈനലിൽ സ്പാനിഷിൻ്റെ ക്ലബ്ബായ റയൽ ബെറ്റിസിനെ 4-1 കീഴടക്കി കേട്ടോ. അപ്പോൾ യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഇംഗ്ലീഷ് ക്ലബ്ബായ ചെൽസി കൊണ്ടുപോയി. ഫൈനലിൽ സ്പാനിഷ് ക്ലബ്ബ് റയൽ ബെറ്റിസിനെ 4-1 കീഴടക്കി. ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. 2-3 വിരമിക്കലാണ്. ഒന്ന്, ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പറായിരുന്ന ബാറ്റർ ഹെൻറിച്ച് ക്ലാസർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ വിക്കറ്റ് കീപ്പറാണ് ഹെൻറിച്ച് ക്ലാസർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും അദ്ദേഹം വിരമിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ലെഗ് സ്പിന്നറായ പീയൂഷ് ചൗള പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ലെഗ് സ്പിന്നർ ആരാണ്? പീയൂഷ് ചൗള പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിട്ടുണ്ട്.
ഇംഗ്ലണ്ടിൻ്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാമിന് നൈറ്റ്ഹുഡ് അവാർഡ്. ഡേവിഡ് ബെക്കാമിൻ്റെ കളിയൊക്കെ നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റനാണ് ഡേവിഡ് ബെക്കാം. അദ്ദേഹത്തിന് എന്താ കൊടുക്കുന്നത്? നൈറ്റ്ഹുഡ് പുരസ്കാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ നൈറ്റ്ഹുഡ് പുരസ്കാരം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിന് മുൻപിൽ എന്ത് കിട്ടും? സർ പദവിയൊക്കെ നമുക്ക് കിട്ടും. ഇംഗ്ലണ്ടിൻ്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാമിന് നൈറ്റ്ഹുഡ് പുരസ്കാരം കിട്ടുകയാണ്. നൈറ്റ്ഹുഡ് പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് മുൻപിൽ സർ പദവി ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ പേരിന് മുൻപിൽ. നോർവേ ചെസ്സിൽ ലോക 1-ാം നമ്പർ മാഗ്നസ് കാൾസന് കിരീടം. അപ്പോൾ നോർവേ ചെസ്സിൽ ആർക്കാണ് കിരീടം കിട്ടിയിരിക്കുന്നത്? ലോക 1-ാം നമ്പർ താരമായ മാഗ്നസ് കാൾസനാണ്. യുവേഫ നേഷൻ ലീഗ് ക്ലബ്ബ് പോർച്ചുഗലിനാണ് കിട്ടിയത്. യുവേഫ നേഷൻസ് ലീഗ് ക്ലബ്ബ് അത് നേഷനാണ്, മറ്റേത് ക്ലബ്ബാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ എന്താണ്? യുവേഫ നാഷണൽ ലീഗ് കപ്പാണ് കേട്ടോ. കപ്പാണ് പോർച്ചുഗലിനാണ് കിട്ടിയിട്ടുള്ളത്. ഫൈനലിൽ സ്പെയിനിനെ പെനൽറ്റി ഷൂട്ടൗട്ടിൽ 5-3 തോൽപ്പിച്ചാണ് പോർച്ചുഗൽ നമ്മുടെ കിരീടം നേടിയിരിക്കുന്നത്. റൊണാൾഡോയ്ക്ക് കപ്പ് കിട്ടിയില്ല എന്നുള്ളവർ, അല്ല വേൾഡ് കപ്പ് കിട്ടിയില്ല എന്നുള്ള വിഷമമുള്ളവർക്കൊക്കെ മാറ്റാൻ വേണ്ടി അദ്ദേഹം ഒരു കപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ്? യുവേഫ നേഷൻസ് ലീഗ് കപ്പാണ്. അത് പോർച്ചുഗലിലാണ് കിട്ടിയിട്ടുള്ളത്. ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത്? വെറുതെ ഒന്നല്ല അവർ ജയിച്ചിട്ടുള്ളത്. ആരെയാണ് തോൽപ്പിച്ചത്? അവർ തോൽപ്പിച്ചത് സ്പെയിനെയാണ് കേട്ടോ. സ്പെയിനെ പെനൽറ്റി ഷൂട്ടൗട്ട് 5-3 തോൽപ്പിച്ചാണ് പോർച്ചുഗൽ എന്ത് ചെയ്തത്? കിരീടം നേടിയത്. ഐക്യരാഷ്ട്ര സഭയുടെ 3-ാം സമുദ്ര സമ്മേളനം നടന്നത് ഫ്രാൻസിലെ നീസിൽ. ഇരുട്ടിലും കാഴ്ച സാധ്യമാകുന്ന ഇൻഫ്രാറെഡ് കോൺട്രാക്ട് ലെൻസുകൾ വികസിപ്പിച്ച് ചൈനയാണ്. അപ്പോൾ ഇരുട്ടിലും കാഴ്ചശക്തി സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോൺട്രാക്ട് ലെൻസുകൾ വികസിപ്പിച്ചത് ആരാണ്? ചൈനയാണ്. അപ്പോൾ ഇനി രാത്രിയിൽ നമുക്ക് ചൈനയിൽ നിന്നും കണ്ണാടിയൊക്കെ കൊണ്ടുവന്ന് ഇട്ട് നടക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇരുട്ടിലും നമുക്ക് കണ്ണ് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി മുൻ മുഖ്യമന്ത്രി, കുറച്ച് മരണങ്ങളാണ്. മുൻ മുഖ്യമന്ത്രി സുഖ്ദേവ് സിംഗ് ദിൻസ അന്തരിച്ചു. പ്രമുഖ കെനിയൻ എഴുത്തുകാരൻ ഗൂരിവ തിയോങ്കോ അന്തരിച്ചു. കെനിയൻ എഴുത്തുകാരനാണ് കേട്ടോ. ഇനി ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീക് ദാപ്പർ അന്തരിച്ചു. ടൈഗറിന് നമുക്ക് വാലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ടൈഗർ മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വാൽമീക് ദാപ്പറാണെന്ന് അങ്ങനെ നമുക്ക് ഓർത്തു വയ്ക്കാം. ടൈഗറിന് വാലുണ്ട്. അപ്പോൾ വാൽമീക് ദാപ്പർ അന്തരിച്ചു. ഗാന്ധി സിനിമയുടെ ഛായാഗ്രാഹകൻ ബില്ലി വില്യംസ് അന്തരിച്ചു. ഗാന്ധി സിനിമയുടെ ഛായാഗ്രാഹകനാണ് ആര്? ബില്ലി വില്യംസ്. അദ്ദേഹം അന്തരിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറുകളെ ജനങ്ങളോട് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച എഞ്ചിനീയർ ബിൽ അറ്റ്കിൻസൺ അന്തരിച്ചു. അപ്പോൾ കമ്പ്യൂട്ടറുകളെ ജനങ്ങളോട് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ എഞ്ചിനീയർ ബിൽ അറ്റ്കിൻസൺ. അദ്ദേഹം അന്തരിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രിട്ടീഷ് എഴുത്തുകാരൻ ഫെഡറിക് ഫോർസിത്ത് അന്തരിച്ചു. ലാസ്റ്റ് വൺ എന്താണ്? ബ്രിട്ടീഷ് എഴുത്തുകാരൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാഹിത്യകാരൻ ഫെഡറിക് ഫോർസിത്ത് അന്തരിച്ചു. അപ്പോൾ ഇത്രയാണ് ഈ നമ്മുടെ ജൂൺ 15 2025 കറണ്ട് അഫെയർ ആയിട്ട് വരുന്നത്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് സ്പീഡിൽ നമുക്ക് വായിച്ചു പോവാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം ജൂൺ 6 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കരോൾ നവറോക്സ്കി പോളണ്ടിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലീ ജെ മ്യൂങ് ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദാണ്. അദ്ദേഹത്തിന് ഗവർണറാണ് നിയമിച്ചിട്ടുള്ളത്. മഞ്ഞുമലയിൽ നിന്ന് വീണ നാമാവശേഷമായി ബാറ്റൺ എന്ന സ്വിസ് ഗ്രാമമാണ്. ഐക്യരാഷ്ട്ര സഭ പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായിട്ട് ജർമ്മനിയുടെ അനലീന ബാർബോക്കിന് തിരഞ്ഞെടുക്കപ്പെട്ടു. കാശ്മീരിലെ സംഗർദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ ഖത്രയിലേക്കുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമായ അൻജിഗാദ് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 72ാം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംദോർ നേടിയത് ആരാണ്? ജാഫർ പനാഹി, ഇറാൻകാരനാണെന്ന് ഓർത്തുവയ്ക്കുക. തായ്ലൻഡിൻ്റെ ഒബാൽ സുജാത ചോങ്സി ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഫൈനലിൽ എത്തോപ്യയുടെ ഹാസെ ദറേജിയെ മറികടന്നാണ് ഒബാൽ 72ാമത് ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്.
നവരത്ന കമ്പനികളിൽ ഒന്നായി മാറാനൊരുങ്ങി കൊച്ചി കപ്പൽശാല. നവരത്ന കമ്പനി ആവാനാണ് ആര് പോകുന്നത്? കൊച്ചി കപ്പൽശാല പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു കപ്പലായ MSC ഐറീന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തി. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ മഞ്ജു വെള്ളായനിയുടെ ജലജമന്തികൾ എന്ന കവിതാ സമാഹാരത്തിന് മഞ്ജു വെള്ളായനി ജലജമന്തികൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യ അവാർഡ്. സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം കുമ്മന രാജശേഖരന്. 18ാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിന്. ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് കിരീടം നേടിയത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കോഗോ ഗാഫിന്. ഫൈനലിൽ ബെലാറസിൻ്റെ ആര്യാന സബലങ്കയാണ് തോൽപ്പിച്ചത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരമായ അൽക്കാരസിന്. ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറെ പരാജയപ്പെടുത്തി. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന ബഹുമതി സ്വന്തമാക്കി കോഴിക്കോട് പറമ്പിൽക്കടവ് സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽസന. പുതുച്ചേരി സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എ. INS തരിണി എന്ന പായ്വഞ്ചിയിലായിരുന്നു യാത്ര. യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിക്ക്. ഫൈനലിൽ സ്പാനിഷ് ക്ലബ്ബ് റോയൽ ബെറ്റിസിനെ 4-1 കീഴടക്കി. ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗെയ്ൻ മാക്സ്വെൽ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹെൻറിച്ച് ക്ലാസർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ഇന്ത്യൻ ലെഗ് സ്പിന്നർ പീയൂഷ് ചൗള പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇംഗ്ലണ്ടിൻ്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാമിന് നെറ്റ്ഗുഡ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. നെറ്റ്ഗുഡ് പുരസ്കാരം നേടിക്കഴിഞ്ഞാൽ പേരിന് മുൻപിൽ സർ പദവിക്ക് അർഹനാകും. നോർവേയുടെ ചെസ്സിൽ 1ാം നമ്പർ മാഗ്നസ് കാൾസനാണ് കിരീടം. യുവേഫ നേഷൻസ് ലീഗ് കപ്പ് പോർച്ചുഗലിനാണ് കിട്ടിയത്. യുവേഫ നേഷൻസ് ലീഗ് കപ്പ് പോർച്ചുഗലിന്. ഫൈനലിൽ സ്പെയിനിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 5-3 തോൽപ്പിച്ചാണ് പോർച്ചുഗൽ കിരീടം നേടിയത്. ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനം ഫ്രാൻസിലെ നീസിൽ നടന്നു. ഇരുട്ടിലും കാഴ്ച സാധ്യമാകുന്ന ഇൻഫ്രാറെഡ് കോൺട്രാക്ട് ലെൻസുകൾ വികസിപ്പിച്ചത് ചൈനയാണ്. മുൻ കേന്ദ്രമന്ത്രി സുഖ്ദേവ് സിംഗ് ദിൻസ അന്തരിച്ചു. പ്രമുഖ കെനിയൻ എഴുത്തുകാരൻ ഗൂഗി വ തിയോങ്കോ അന്തരിച്ചു. ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീക് ദാപ്പർ അന്തരിച്ചു. ഗാന്ധി സിനിമയുടെ ഛായാഗ്രാഹകൻ ബില്ലി വില്യംസ് അന്തരിച്ചു. കമ്പ്യൂട്ടറുകളെ ജനങ്ങളോട് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച എഞ്ചിനീയർ ബിൽ അറ്റ്കിൻസൺ അന്തരിച്ചു. ബ്രിട്ടീഷ് സാഹിത്യകാരൻ ഫ്രെഡറിക് ഫോർസിൻ അന്തരിച്ചു. ഇത്രയാണ് നമ്മുടെ ജൂൺ 15, 2025 കറണ്ട് അഫെയർ. എല്ലാവരും പഠിക്കുക. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ക്ലാസ്സസ് ഇടാൻ വേണ്ടിയിട്ടൊരു എനർജി കിട്ടുള്ളൂ. താങ്ക്